കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ജലജനം കൂട്ടി അഭി മുറിയിലേക്ക് ചെല്ലുവാണ്. അമ്മ എന്ത് പരിപാടിയുമേ കാണിച്ചേ? അമ്മ എന്തിനാ അവളെ അടിക്കാനായിട്ട് കൈയോങ്ങിയത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൾ പറഞ്ഞ നീ കേട്ടില്ലേ? അവൾ എന്നെ കുറിച്ച് എന്ത് വൃത്തിയോടൊക്കെ പറഞ്ഞെന്ന് കേട്ടില്ലേ? ഇതിനൊക്കെ കാരണക്കാരി ആരാന്ന് എനിക്കറിയാം. എന്റെ ഏട്ടത്തി എന്ന് പറയുന്നത് ദേവേനയാ. അവരായിരിക്കും എന്നെ കുറിച്ചുള്ള പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ ഇവിടെ വിളമ്പിയിരിക്കുന്നത്. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നില്ല. അമ്മ എന്തിനാ അതൊക്കെ മൈൻഡ് ആക്കുന്നത്? അവൾ എന്തേലും പറഞ്ഞിട്ട് പോവില്ലേ? ആഹാ, അപ്പൊ നിന്റെ ഭാര്യ പറയുന്നതെല്ലാം കേട്ട് ഞാൻ ഇവിടെ നിക്കണമെന്നാ പറഞ്ഞല്ലേ? അവൾ എന്താ എന്നെ കുറിച്ച് നീ പറഞ്ഞെന്ന് കേട്ടില്ലായിരുന്നോ? അല്ല, അമ്മേനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ലെന്ന് അമ്മയ്ക്കറിയാലോ. പലപ്പോഴും ഞാൻ കേട്ടുള്ള കഥകളാ. അമ്മയ്ക്ക് എന്തോ വലിയ കാര്യമായിട്ട് ചരിത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വല്യമ്മയാളിലൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ദേ, ഇനി നീയും കൂടെ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വാ. എനിക്ക് അല്ലത്തന്നെ ഞാൻ ആ പാടെ പെരുത്ത് കയറി നിൽക്കുക. ഇനി അവളെ അവളുടെ അനിയത്തി എന്ന് പറയുന്നവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ എനിക്കിനി സമാധാനം കിട്ടുള്ളൂ. എല്ലാത്തിനും കാരണം അവൾ ഒറ്റയെടുത്തിയാ, ദേവേനി എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടത്തി. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന കാലം മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴാണ്ട് എൻ്റെ മരുമോളായിട്ട് വന്ന് അവളും കൂടെ എനിക്ക് നേരെ തിരിച്ചിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയിട്ടെങ്കിൽ ശരിയാവില്ല അബി. അബി പറഞ്ഞു, അമ്മേന്റെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അധികം വൈകാതെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നു പറയാം. നീ എന്താ പറയണേ? അവളെ പറഞ്ഞുവിടാ. നീ എന്താ വല്ല മാജിക്കും കാണിച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അധിക നാൾ അമ്മയ്ക്ക് അവളെ സഹിക്കേണ്ടി വരില്ല. അവള് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അനിയത്തി ഈ വീട്ടിൽ നിന്ന് പൊക്കോളും. പിന്നെ ഒരു കുഴപ്പമില്ലമ്മ. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഒരു നല്ല വിവാഹം കഴിച്ച് ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കാന്ന് പറയാം. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമല്ല ആണ് അബി. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അല്ല, നീ എന്തോ പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നേ. എന്താന്ന് എന്നോട് പറ. അതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. എന്താണെങ്കിലും പറയടാ. പക്ഷെ അതിനെ കുറിച്ച് അബി പറഞ്ഞില്ല. ഇനിയിപ്പൊ അത് കേട്ട് കഴിയുമ്പോ അമ്മ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അബി മുറിയിലേക്ക് പോയപ്പോൾ ജലജയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവൻ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ നടത്തുന്നുണ്ട്. അതെന്താണെന്നും അറിയത്തില്ല. പിന്നീട് ഹാളിൽ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ദേവേന്റെ അടുത്തേക്ക് ജലജ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ എന്തേലുമൊക്കെ നടക്കുമെന്ന് പറയാം. എന്താ ജലജ നീ അങ്ങനെ പറഞ്ഞു? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരുത്തിനെ ഇവിടെ പിടിച്ചു നിർത്തി. അവള് അന്ന് അങ്ങ് പറഞ്ഞു വിടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പാണ്ടെ അവളോടൊന്നും പറയാൻ പാടില്ല. ഞാൻ എന്റെ മരുമോണാണല്ലോ എന്നോ വിചാരിച്ച് എന്തെങ്കിലും നല്ല കാര്യം പറയാൻ ചെന്നാലോ അവളെന്നെ കടിച്ചതിനായിട്ട് വരുക. അത് നിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ. നീ അവളെ പറഞ്ഞു നിർത്തണ്ടേ. പിന്നെ നീയോ അത്ര നല്ലതൊന്നും അല്ലോന്ന് ദേവേനി പറയാം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടത്തി, എന്ത് പറഞ്ഞാലും എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് ഏട്ടത്തിക്ക് പണ്ടേ ഉള്ള. അപ്പൊ ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നോണ്ടായിരിക്കും എന്റെ മരുമോൾ പോലും എന്നെ വകവയ്ക്കാത്തെന്ന് പറയാം. ഞാനിപ്പോ എന്ത് പറഞ്ഞെന്ന് എന്നോട്? ഇല്ല, ഞാനിങ്ങനെ പൊതുവായിട്ടങ്ങ് പറഞ്ഞ എന്ന് പറയണേ. ഈ സമയത്ത് ആദർശ് അങ്ങോട്ട് കയറുന്നത്, അല്ല ഇന്നതാ മോനെ നീ നേരത്തെ കയറുമെന്ന് ദേവേനി ചോദിക്കുക. അല്ല, ഇന്നിച്ചിരി നേരത്തെ വന്നു. ഒരു കാര്യം, മുത്തശ്ശനും വയ്യാതൊക്കെ ഇരിക്കുമല്ലേ, എപ്പോഴും മുത്തശ്ശനെയും വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ, മുത്തശ്ശനെ കൊണ്ട് പാർക്കിലൊക്കെ പോയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ വന്നെന്ന് പറയാം. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശനും വസന്തന മുത്തശ്ശനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഇല്ലട മോനെ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അല്ലാതെ നല്ലൊരു ക്ഷീണമുണ്ട്, അത് പറ്റില്ല എന്ന് പറയണം. ഈ സമയത്ത് നയന എന്ത് ചെയ്യാ, കോഫിയൊക്കെ ആയിട്ട് വരുവാണ്. എല്ലാവർക്കും അങ്ങനെ കോഫിയൊക്കെ കൊടുക്കുകയാണ്. കോഫിയൊക്കെ കുടിച്ച് മുത്തശ്ശൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം നയന പറഞ്ഞു, മുത്തശ്ശൻ ഇങ്ങനെ തന്നെ ഇരിക്കില്ലേ, ഈ മുറിക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങും, ബാ നമുക്ക് ആ പുറത്തേക്ക് ഗാർഡനിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞ് മുത്തശ്ശനെയും കൂട്ടിക്കൊണ്ടങ്ങ് പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, നോക്കിക്കേ കണ്ടോ, പാർക്കിൽ പോകാന്ന് പറഞ്ഞപ്പോൾ, അടുത്തുള്ള പാർക്കിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ കേൾക്കത്തില്ല. ഇപ്പൊ കണ്ടോ അവള് വിളിച്ചോണ്ട് പോകുന്ന കണ്ടോ, അവള് വിളിച്ച ഉടനെ അവളുടെ പുറകെ പോകുന്ന കണ്ടോ, അവൾ എന്ത് മാജിക്കാണോ പ്രയോഗിച്ചിരിക്കുന്നത്. കണ്ടപ്പോ ദേവേനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദേവേനി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശനെ കൊണ്ട് നയന ഇങ്ങനെ നടന്ന് വർത്താനമൊക്കെ പറയണം. മുത്തശ്ശൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ഓരോ കഥകളും ഇതെല്ലാം ചോദിക്കുമായിരുന്നു. അപ്പം മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നു. മുത്തശ്ശന് സന്തോഷമായി. മുത്തശ്ശനോട് ഈ സമയത്ത് ഇങ്ങനെ സംസാരിച്ച മനസ്സിന് ഇച്ചിരി ആശ്വാസം പാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമുള്ളത്. അപ്പൊ ആദർശം കണ്ടു മുത്തശ്ശിയുമായിട്ട് ഇങ്ങനെ സല്ലപിച്ച് ഗാർഡനിൽ കൂടെ നടക്കണേ. മുത്തശ്ശന് ഭയങ്കര സന്തോഷമായിരുന്നു. മുത്തശ്ശന്റെ മുഖത്തെ ആ സന്തോഷം ആദർശനും ബാക്കി എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മുറിയിലേക്ക് വരികയാണ്. മുറി വന്നിരുന്ന ഇപ്പാണ് ദേവേന ഇങ്ങോട്ട് വരുന്നത്. ദേവേന വന്നിട്ട് മുത്തശ്ശന് കഴിക്കാനുള്ള മെഡിസിനൊക്കെ എടുക്കാൻ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അതവിടെ വെച്ചേരെ, അത് അവള് വന്ന് എടുത്തു തന്നോളൂ എന്ന് പറയാണ് നയനമോള്. അതെന്താ വെച്ചാ, ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, എന്താ കുഴപ്പം? ഇല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, സ്ഥിരമുള്ളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ദേ ഇനിയെങ്കിലും നിനക്ക് അവളോടുള്ള നിന്റെ സമീപനം ഒന്ന് മാറ്റണം കേട്ടോ ദേവേനി. അല്ല, ഞാൻ എന്ത് ചെയ്യുന്ന പറയണേ, ഞങ്ങൾക്കറിയാം നീ അവളോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന്, പക്ഷെ അവളതൊന്നും പുറത്ത് കാണിക്കാറില്ല. ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നേ. അമ്മ, എനിക്ക് അവളോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പിന്നെ
അവളുടെ ചേച്ചിയുടെ കാര്യത്തിൽ ആ കള്ളത്തരം പറഞ്ഞുകൊണ്ടുള്ള ദേഷ്യം എനിക്കുണ്ട്. അങ്ങനെ പറയരുത് നീ. ഇതിനു മുമ്പ് നീ എങ്ങനെയാ പെരുമാറുന്നൊക്കെ എനിക്കറിയാം. ഇനിയെങ്കിലും നിന്റെ ആ മനസ്സൊന്ന് മാറ്റണം. നീ ഈ കുടുംബത്തിലെ മരുമോളാ. നീ ഇങ്ങോട്ട് വന്നു കയറിയ സമയത്ത് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെങ്കിൽ നിനക്ക് സഹിക്കുമായിരുന്നോ? അതമ്മ അങ്ങനെ പറയരുത്. കാരണം ഞാൻ ഇങ്ങോട്ട് വന്ന് അവള് വന്ന പോലെ മുഖം മറച്ചല്ല വന്നത്. അമ്മയ്ക്കറിയാലോ, നാലാൾ അറിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. അതിനകത്തൊരു കഥയില്ല ദേവേനി. ഇവിടെ വന്നതിന് ശേഷം അവൾ എങ്ങനെയാന്ന് നോക്കിയാൽ മതി. അല്ല, ഇപ്പൊ ആലോചിച്ചൊരു വിവാഹം ഉറപ്പിച്ചപ്പോൾ ഇത്ര നല്ലൊരു ബന്ധം നിന്റെ മോൻ ആദർശിന് കിട്ടുമായിരുന്നില്ല. മുത്തശ്ശൻ നീ ഒന്നോ ആലോചിച്ച് നോക്കിയേ. നിന്റെ മോന്റെ ജീവിതം രക്ഷിച്ച അവളല്ലേ. നമ്മളാരും ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് അവനൊരു അസുഖം വന്നു കഴിയുമ്പം അവളുടെ ജീവൻ വരെ പണയം വെച്ചാ അവളവൻ രക്ഷിച്ച. ഹോസ്പിറ്റലിൽ പോയി വഴക്കുണ്ടാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാ. ഒന്നുമില്ലല്ലോ, അതെങ്കിലും നീ വിചാരിച്ചാൽ മതിയല്ലോ അവളെ സ്നേഹിക്കാനായിട്ട്. അത് മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യങ്ങള് അവളല്ലേ നോക്കുന്നേ. നീ എന്തേലും അറിയാറുണ്ടോ ഇപ്പൊ ഈ കുടുംബത്തിലെ കാര്യങ്ങള്? ദേവേനെ പറഞ്ഞ അച്ഛാതാ നീ കൂടുതലൊന്നും പറയണ്ട. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അവളെ ഇങ്ങനെ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാലോ, ആദർശിന്റെ കല്യാണം ആദ്യം കഴിഞ്ഞേ. പക്ഷേ എങ്കിൽ ഇതുവരെയായിട്ട് ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, അവന്റെ ഒരു കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് കണ്ണടയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമെങ്കിലും നടക്കുമെന്ന് ഇനി ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ദേവേനെ, നീ ആദർശനെ വിളിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം എത്രയും പെട്ടെന്ന്. നയനമ്മൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. അല്ലാതെ എന്നും കുന്നും നീ അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും ചോദിക്കുക. ദേവേന അതിലിപ്പോ ഞാൻ എന്ത് തെറ്റിയെന്നാ അമ്മ പറയണേ? നീ തെറ്റ് ചെയ്തെന്നല്ല പറയണേ. നീ പറയുന്നത് നിന്റെ മകനെ അനുസരിക്കുള്ളൂ. അതുകൊണ്ട് നീ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കുക. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നിന്നെ ഇനി പറഞ്ഞു തരുന്നേ? മുത്തശ്ശി പറയണേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേ ദേവേനി മുറിയിലേക്ക് പോരുവാണ്. പിന്നീട് നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് നയനെ അങ്ങോട്ട് കടന്നു വരുന്നേ. അപ്പൊ നയന വന്നപ്പോ തന്നെ നവ്യ പറഞ്ഞു, ഇതേ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആ നിർമ്മല്. അവൻ വിളിച്ചപ്പോ തന്നെ അവനെ നാളെ പറഞ്ഞാൽ പൊളിച്ചടിക്കിട്ടുണ്ടെന്ന് പറയാം. അല്ല ചേച്ചി, ഇത് എന്ത് ഭാവിച്ച ചേച്ചി എന്നാ അവനോട് ദേഷ്യപ്പെട്ട് ഫോൺ വെച്ച്? അതെന്താ ചേച്ചി അങ്ങനെ വെച്ചോണ്ട് പിന്നെ ഇനി അവൻ വിളിക്കുമോന്ന് ചോദിക്കുകയാണ്. അവൻ വിളിക്കല്ല, അതിനു വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ പറയരുത്, അവൻ വിളിക്കണം. അവൻ വിളിച്ചല്ല അവന്റെ കള്ളത്തരമൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അവനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരണ്ടേ. അവൻ ഇന്ന് ചേച്ചി, നാളെ ചിലപ്പം വേറൊരു പെണ്ണിനെ ആയിരിക്കും പുറകെ പോകുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല. ഇനി വേറൊരു പെണ്ണിനെ അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണ്ടേ. അവനെ നമുക്ക് പഞ്ഞിക്കിടണം. അപ്പൊ അതിന് സ്നേഹം ഭാവിച്ച് അവനെ വല വീശി പിടിക്കുമായിരുന്നു ഏറ്റവും നല്ല മാർഗം എന്ന് പറയാം. അപ്പൊ നീയല്ലേ ഇതിനു മുമ്പ് പറഞ്ഞേ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് നല്ല രീതിയിൽ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്നെ മേലെ വിളിക്കില്ലെന്ന്. അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാണ്. ഇനിയിപ്പോ അത് പോട്ടെ, കുഴപ്പമില്ലാന്ന് പറയുന്ന സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് മെസ്സേജ് വരിക. നവ്യ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ച് വീഡിയോസ് ആയിരുന്നു, താനും നിർമ്മലും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസ്. അത് വീഡിയോസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക, മോർഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ നവ്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകോടെ പൊട്ടിക്കരയുക. നയന ചോദിച്ചു, എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്തേലും ഉണ്ടേ പറ. ആ വീഡിയോ അങ്ങോട്ട് കാണിക്കണം. ഇത് കണ്ടത് നയനയും ഞെട്ടിപ്പോയി. നയന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഇതെന്താ ചേച്ചി കാണുന്നത്? എനിക്കറിയത്തില്ല. അവൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിച്ചോണ്ടിരിക്കുന്ന. പിന്നീട് നവ്യയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. നവ്യ നോക്കിയപ്പോൾ അവനെ വിളിച്ചോണ്ടിരിക്കണേ. ചേച്ചി കോൾ എടുക്ക്. അങ്ങനെ നവ്യ കോൾ എടുക്കുക. നീ മുമ്പേ എന്നോട് എന്നാ പറഞ്ഞത്? എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, ജയിലിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാൽ ശരിക്കും നീ കണ്ടോ? ഇപ്പൊ കണ്ടില്ല വീഡിയോസ്? ശരിക്കും ഒന്ന് കാണാൻ പറയാണ്. ഇത് കണ്ടത് നവ്യയിലൊരു ഞെട്ടലുണ്ടായി. നവ്യ ഫോൺ കട്ട് ചെയ്യുവാണ്. എനിക്കറിയില്ല, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോസ് എങ്ങാനും അബി എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന് പറയാം. ഈ സമയം നയനയുടെ ഫോണിലേക്ക് ആദർശ് വിളിച്ചിട്ട്, നീ എവിടെയാന്ന് ചോദിക്കുകയാണ്. ഞാൻ ചേച്ചിയുടെ മുറിയിൽ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ നയനെ അങ്ങോട്ട് ചെല്ലുവാണ്. നയന എന്നിപ്പോ ആദർശ് പറഞ്ഞു, നീയല്ലേ പറഞ്ഞേ ആ നിർമ്മല് ഒരു കൊള്ളരുതാത്തവനാന്ന്? ഞാൻ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് പറയണേ. അല്ല, എന്താ അന്വേഷിച്ചെന്ന് പറഞ്ഞേ? ഇപ്പൊ തന്നെ ആണ്ടേ അവനെ വൃത്തിയായിട്ട വീഡിയോസ് ഒക്കെ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതെ, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല. ഞാൻ എൻ്റെ പരിചയത്തിലൊരു SI ഉണ്ടായിരുന്നു, അയാളെ വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ലവനാന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു കൊള്ളരുതാത്തവനൊന്നും അല്ലെന്ന്. ഒരുപക്ഷെ നിന്റെ ചേച്ചി ആയിരിക്കും തെറ്റ് ചെയ്തിരിക്കുന്നു പറയാം. പെട്ടെന്ന് നയനിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. നയന പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, എൻ്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ആദർശാണ് അങ്ങനെ വിശ്വാസമെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റില്ല. അല്ല, ആദർശാണ്ട് ഒരു പെങ്ങളുണ്ടെങ്കിലോ? ആദർശാണ്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന ചോദിക്കുക. എനിക്കൊരു പെങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും കാണിക്കില്ല. ഇതുപോലെ ഗർഭനാടകം കളിച്ച് നടക്കുന്നവളായിരിക്കില്ല അവള്. അത് ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ഏരുന്ന രീതിയിൽ അവള് പ്രവർത്തിക്കുള്ളൂ. പക്ഷെ നിന്റെ ചേച്ചി അങ്ങനെയാണോന്ന് ചോദിക്കുക. നയന പറഞ്ഞു, എന്റെ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റങ്ങളും എന്റെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ടുവെക്കണം ഞാൻ സമ്മതിക്കില്ല.
ആദർശേണ്ട പറ്റില്ലെങ്കിൽ പറ്റില്ല, വേണ്ട, ഇതിന്റെ പുറകെ ഞാൻ പൊക്കോളാം, ഞാൻ എന്റെ സത്യം കണ്ടുപിടിച്ചോളാം. ഒരു പക്ഷേ ആ ഫോട്ടോസൊക്കെ ഈ വീട്ടിലാണ് കിടന്നത്, വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ വീട്ടിൽ ആർക്കും ഇതിനകത്ത് പങ്കുണ്ട്. എനിക്ക് അബീനെ നല്ല സംശയം ഉണ്ടെന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, ഓ ഇനിയിപ്പൊ അബിയുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും അല്ലേ നീ ചോദിക്കുക. അല്ല, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. ആ ഫോട്ടോസ് അവിടെ കിടക്കണമെങ്കിൽ അബി അല്ലാതെ മറ്റാരും അതുപോലത്തെ പരിപാടി ചെയ്യത്തില്ല. മറ്റാരെങ്കിലും അറിഞ്ഞാലും തന്നെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞാനും. കുഴപ്പമില്ല, ആദർശാണ് പറ്റില്ല, കുഴപ്പമില്ല, ഞാൻ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഇങ്ങനെ ആദർശം ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കിരണിന്റെയും കല്യാണിന്റെയും ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഒക്കെ വിശേഷങ്ങൾ വളരെ വൈകിയായിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.